ബിലാൽ റളിയല്ലാഹു അൻഹുവും സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹുവും ഒക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ കവാടത്തിൽ വന്നിങ്ങനെ സമ്മതം ചോദിക്കാതെ വീട്ടിലേക്ക് കയറിപ്പോകുമ്പോൾ, ഉമർ തങ്ങൾ ഖലീഫയായിരുന്ന കാലം. അപ്പോൾ അബൂ സുഫിയാൻ എന്നവരുടെ കൂടെയുണ്ട് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. സുഹൈൽ ഇബ്നു അംർ എന്നവർ അബൂ സുഫിയാൻ എന്നവർ ഖുറൈശികളുടെ നേതാക്കന്മാരാണ്. പക്ഷേ ഉമർ തങ്ങളുടെ വീട്ടിലേക്ക് കിടക്കണമെങ്കിൽ ഖലീഫയാണ്, സമ്മതം വാങ്ങിക്കണം. അപ്പോൾ തിരക്കുണ്ടെങ്കിൽ അവിടെ നിർത്തും, കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ആൾ കഴിഞ്ഞിട്ട് അങ്ങനെ ക്യൂ പാലിച്ചിട്ടാണ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യൂമില്ലാതെ കടന്നു പോകുന്നുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു. കറുത്ത വർഗ്ഗക്കാരനായിരുന്നു മഹാനവറുകൾ, പക്ഷേ ഖൽബ് ഈമാനിൻ്റെ തെളിച്ചമുള്ള മഹാനാണ്. അപ്പോൾ അബൂ സുഫിയാൻ എന്നവരൊരു കാര്യം പറഞ്ഞു, സുഹൈൽ ഇബ്നു അംറേ, നിങ്ങൾ നോക്കണ്ട, ഞാനും നിങ്ങളും ഖുറൈശി നേതാക്കന്മാർ നമ്മളിവിടെ കെട്ടിക്കിടക്കുകയാണ്, അവരാണീ പോകുന്നത്. ആര്? സുഹൈബ് റളിയല്ലാഹു അൻഹു അടിമയായിരുന്നു, ബിലാൽ റളിയല്ലാഹു അൻഹു അടിമയായിരുന്നു. അവരൊക്കെ കൂളായിട്ട് പോകുന്നത്, ഞാനും നിങ്ങളും ഖുറൈശി നേതാക്കന്മാരാന്ന് പറഞ്ഞിട്ട് എന്താ, നമുക്ക് കയറാൻ സമയം കിട്ടൂലേ, എന്താ നമുക്കൊന്ന് പെർമിഷൻ തരൂലേ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നോക്കണം, ഹുദൈബിയ സന്ധിയിൽ ഹബീബായ നബി തങ്ങളുടെ പേര് വെട്ടണമെന്ന് പറഞ്ഞിരുന്ന ആളായിരുന്നു അവരാണ് പേര് വെട്ടാൻ വേണ്ടി പറഞ്ഞത്. പേര് വെട്ടണം, ബിസ്മില്ല വെട്ടണം, മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് വെട്ടണം എന്നൊക്കെ നിയമങ്ങൾ പറഞ്ഞുണ്ടാക്കിയ ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഖൽബിൽ തങ്ങളങ്ങ് പരിചയപ്പെട്ടപ്പോൾ ഉണ്ടായ സ്നേഹം വല്ലാത്ത സ്നേഹമാണ്. അന്നേരം അബൂ സുഫിയാൻ തങ്ങളോട് പറയാം, അബൂ സുഫിയാൻ, ഞാനും നിങ്ങളും ഖുറൈശികളുടെ നേതാക്കന്മാരെന്നത് ശരി തന്നെയാണ് അബൂ സുഫിയാനെ, പക്ഷെ എൻ്റെ പേടിതല്ല. ഉമർ തങ്ങളുടെ വീട്ടിലേക്ക് കടക്കാൻ പെർമിഷൻ ഇല്ലാതെ നമ്മൾ കാത്തു കിടന്നു, ദിവസങ്ങളോളം കിടന്നാലും കുഴപ്പമില്ല. നാളെ സ്വർഗത്തിൻ്റെ വാതിലെത്തുമ്പോൾ ഈ ബിലാലും സുഹൈബും ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മളവിടെ പിടിച്ചു വെക്കുമോ എന്നെനിക്ക് പേടിയുണ്ട്. കാരണം ഇവർ നമ്മുടെ മുമ്പ് ഇസ്ലാം കണ്ടവരാണ്, നമ്മൾ ഇവരൊക്കെ ആക്രമിച്ചവരായിരുന്നു, നമ്മുടെ മുമ്പ് ദീനിലേക്ക് കടന്നുപോയ ആളുകളാണവർ. അതുകൊണ്ട് അവർക്ക് പൊയ്ക്കൂടെ, നമ്മൾ ഇന്നലല്ലേ വന്നിട്ടുള്ളൂ എന്ന് മഹാനായ സുഹൈൽ റളിയല്ലാഹു അൻഹു. സുഹൈൽ എന്നവരെ സംബന്ധിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന് ഹജ്ജത്തുൽ വിദാഇൽ ഹബീബായ തങ്ങളുടെ തല മുണ്ഡനം ചെയ്തപ്പോൾ, ഹജ്ജ് കഴിഞ്ഞപ്പോൾ ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ശിരസ്സിലെ അവിടുത്തെ തലയിലെ തലമുടി നബി തങ്ങൾ സ്വഹാബികൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. സ്വഹാബിമാരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനെന്നറിയോ? അത് തബറുക്കിനുള്ളതാണ്, ബറക്കത്തെടുക്കാനുള്ളതാണ്. അത് മുസ്ലിമിനെ മനസ്സിലാക്കുന്ന ഒരു പ്രയാസവും, അതിൽ ബറക്കത്തും ശ്രേഷ്ഠതയുണ്ട്. ഹബീബായ തങ്ങളുടേതാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയം സുഹൈൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ നബി തങ്ങൾ കൊടുത്തു. അത് ആ ശിരസ്സിലെ പരിശുദ്ധമായ നബി തങ്ങളുടെ തിരുകേശം മഹാനായ സുഹൈൽ റളിയല്ലാഹു അൻഹു കണ്ണിലേക്ക് വെച്ചുകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കരയുണ്ടായിരുന്നു, പൊട്ടിക്കരയായിരുന്നു അവിടെ. അപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെ ഈ സുഹൈൽ എന്നവർ ഇത്ര നബിയോട് സ്നേഹം മനസ്സിൽ തോന്നിയ ഈ ആള് അന്ന് എങ്ങനെ പേര് വെട്ടണമെന്ന് പറഞ്ഞത്, റസൂലുള്ളാഹി എന്ന് വെട്ടണമെന്ന് എങ്ങനെ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഹുദൈബിയ സന്ധിയിൽ എഴുതി വെച്ചപ്പോഴേ, ഒരു 3 കൊല്ലം മുമ്പത്തെ സംഭവമാണിത്. ഈ സംഭവം പറയുമ്പോൾ ആ സമയത്ത് എങ്ങനെ അവർക്കത് വെട്ടാൻ കഴിഞ്ഞു? അന്ന് ഖുറൈശികളുടെ എമിസറിയാണ്, അവരുടെ അംബാസഡറാണ്. നബിതങ്ങളുമായി അഭിമുഖ സംഭാഷണം നടത്തിയ ആൾ അദ്ദേഹമായിരുന്നു, ചർച്ചകൾ നടത്തിയ ആൾ സുഹൈൽ ഇബ്നു അംർ എന്നവരാണ്. സുബ്ഹാനല്ലാഹ്, സിദ്ദീഖ് തങ്ങൾ പറയാണ്, എന്തൊരു മാറ്റല്ലേ, എങ്ങനെ ഉണ്ടായിരുന്ന ആളാണ്. ആ ഖൽബിലേക്ക് ഹബീബായ നബി തങ്ങളെ പരിചയപ്പെട്ട ഇടം മുതൽ സ്നേഹം ഒഴുകുകയാണ്, മഹബ്ബത്ത് ഒഴുകുകയാണ്. കണ്ണിലേക്ക് വെച്ചുകൊണ്ട് പൊട്ടിക്കരയുകയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട്, നബിയേ, അങ്ങയുടെ പേര് വെട്ടണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വെട്ടണം എന്ന് പറയുന്ന ഈ സുഹൈൽ ഇബ്നു അംറിൻ്റെ ദഅനി യാ റസൂലല്ലാഹി അക്സിറു സനായ, സുഹൈൽ ഇബ്നു അംറിൻ്റെ മുമ്പിലെ പല്ല് ഞാൻ അടിച്ചു പൊട്ടിക്കട്ടെയോ? ഹത്താ ലാ യഖൂമ ഖതീബൻ ഫീ ഖുറൈശിൻ, ഖുറൈശികൾക്കിടയിൽ പിന്നെ പ്രസംഗിച്ചുകൊണ്ട് അയാൾ എഴുന്നേൽക്കാൻ പാടില്ല, അങ്ങയെ ചീത്ത പറയാനും ഇസ്ലാമിനെ ചീത്ത പറയാനും. അപ്പോഴാണ് നബി ഞങ്ങൾ പറഞ്ഞത്, ദഅഹു യാ ഉമർ, ഉമറെ വിട്ടേക്കണം, സുഹൈൽ ഇബ്നു അംറിനെ അടിക്കാനൊന്നും പോകണ്ട. മഹാന്മാർ പറയും, ഉമർ എന്നവർ ചോദിച്ച ചോദ്യം കേട്ടാൽ നബി തങ്ങൾ സമ്മതം കൊടുത്തിരുന്നെങ്കിൽ ഉമ്മത്തിൻ്റെ പകുതി ആൾക്കാരെ തല പോയേനെ. കാരണം ഉമർ തങ്ങൾ അത്രയും ചില വിഷയങ്ങൾ തങ്ങളോട് ചോദിക്കും, നബിയെ ഞാൻ തലയെടുത്തോട്ടെ എന്ന്. തങ്ങൾ സമാധാനിപ്പിക്കല, അടങ്ങിയിരിക്കും ഉമറെ, അടങ്ങിയിരിക്കും. സുഹൈൽ ഇബ്നു അംർ എന്നവരെ അടിക്കരുത്, അവരുടെ പല്ല് പൊഴിക്കണ്ട ഉമറെ, അതൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ക്ഷമിച്ചിരിക്കും.
അയാൾ ചോദിച്ചു, നമ്മളിതാ സമ്മതിച്ചു കൊടുക്കാൻ. ഹുദൈബിയ സന്ധി എങ്ങനെയായിരുന്നല്ലോ. പക്ഷെ ഉമർ തങ്ങൾ പറയാണ് ആ ഒരു വാക്ക്, എന്നിട്ട് പറഞ്ഞു ലഅല്ലല്ലാഹ യുരീക മിൻഹുമാ തഖിറു ബിഹി ഐനുക്. ഉമറേ, നിങ്ങളുടെ കണ്ണിന് സന്തോഷമുണ്ടാകുന്നത് അള്ളാഹു നിങ്ങൾക്ക് സുഹൈൽ ഇബ്നു അംർ എന്ന് കാണിച്ചു തരും. അത് സംഭവിച്ചത് തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയാകെ വിഷമിച്ചപ്പോൾ ഇസ്ലാമിലേക്ക് തൊട്ടുടനെ കടന്നു വന്ന ഒരുപാട് ആളുകൾ സക്കാത്ത് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് കുറേ കച്ചവടക്കാർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ തുനിഞ്ഞ സമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാമ ഖതീബൻ ഫീഹിം, മദീനയിൽ ഖുതുബ നിർവഹിച്ചത്, അവരുമായി സംസാരിച്ചത്, പ്രഭാഷണം ചെയ്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. മക്കയിലെ മക്കക്കാർക്ക് വേണ്ടി പ്രഭാഷണം ചെയ്തത് ആരാണ്? സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവാണ്. അപ്പോൾ ഉമർ തങ്ങൾ പറയാൻ, യാ അല്ലാഹ്, ഇസ്ലാമിൽ നിന്ന് വലിയൊരു കൊഴിഞ്ഞുപോക്ക് അന്ന് സാധ്യമായിരുന്നൊരു സമയത്ത് മക്കക്കാരെ ദീനിൻ ഈമാനിൽ പിടിച്ചു നിർത്തിയത് സുഹൈൽ ഇബ്നു അംറിൻ്റെ വാക്കുകളാണ്. അന്നെങ്ങാനും പല്ല് പോയിട്ടുണ്ടെങ്കിലും ഇവർ എങ്ങനെ പ്രസംഗിക്കാനാണ്? അപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹിക്മത്ത് നോക്കണേ. എന്നോട് പറഞ്ഞു, ഉമറേ, നിങ്ങളുടെ കണ്ണിന് സന്തോഷം ഉണ്ടാവുന്നൊരു കാര്യം സുഹൈലിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഉമർ തങ്ങൾ പറഞ്ഞു, ഇന്നത്തെ ദിവസം സുഹൈൽ എന്നവർ ഈ സംസാരിക്കുന്ന സംസാരവും മുർത്തദ്ദീങ്ങളായ ആളുകൾക്ക് ദീനിലേക്ക് തന്നെ തിരിച്ചു വരാൻ അവസരം കൊടുത്തതും സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവാണ്. ഞാൻ പറയുന്നത്, ശത്രുക്കളിൽ ശത്രുക്കളായ ആളുകൾ പുണ്യനബിയെ പരിചയപ്പെട്ട ഇടം മുതൽ മഹബത്ത് കൊണ്ട് ഒഴുകാണ്, സ്നേഹത്തിൻ്റെ ഒഴുക്കായിരുന്നു. അവർ കരയായിരുന്നു ഹബീബിന്.